അപ്പൊ പൊളിഞ്ഞു ഉറപ്പായി. നിങ്ങളൊന്നും മിണ്ടാക്കി സ്കിറ്റ് നല്ല കയറ്റം നല്ല ചിരി ഉണ്ടായിരുന്നടാ. ചിരിച്ചായിരുന്നാ? ആദ്യം ഒരു കാര്യം ചെയ്യും, തിരിഞ്ഞു നോക്ക്. രണ്ടുപേര് ചിരിച്ചു. ആശ്വാസമായി. മക്കൾക്ക് എഴുതി തന്ന് പറഞ്ഞ് അതിന്റെ അകത്ത് തമാശ കുറവായിരുന്നു കണ്ണാ. എല്ലാരും വിളിച്ചു. വീട്ടില് ഞാൻ മക്കളെ ഉമ്മയാണോ എഴുതി തന്നേ? താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? എനിക്ക് ഉമ്മയോട്ട് വാ, ഉമ്മയോട്ട് വാ. എന്റെ എല്ലാ മാനവും പോയി. അളിയ നീ ഡൗൺ ആവല്ലേ? ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടും. കൊച്ചിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമ്പോ തമാശയുള്ള സാധനം എഴുതി കൊടുക്കണം. എഴുത്തുകാർക്ക് കണ്ണ് കണ്ട എന്തെങ്കിലും ഭാര്യ ചെയ്താണ്ട് വായിച്ചാ മതി. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? പോടാ, നീ അല്ലേ ചിരിക്കാഞ്ഞേ? ഓഹോ, നീ ആയിരുന്നു. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? പോടാ, നീ അല്ലേ ചിരിക്കാഞ്ഞേ? ഞങ്ങള് പിഷാരടി ഞാനാണോ ചിരിക്കാഞ്ഞേ? ഞങ്ങൾ പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? നിങ്ങളല്ലേ ചിരിച്ചു? ആ രണ്ടാമത്തെ ചിരി ഇവിടെ വാടാ. എന്തിനാ എന്ത് പ്രശ്നം എന്താ? ആ രണ്ടാമത്തെ ചിരി ഞാൻ മോള് കണ്ടില്ല. വണ്ടിയുടെ ബമ്പർ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ അടിച്ച് നോക്കുന്നുണ്ട്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. അതില് ബസറടിച്ചിരുന്ന് കണ്ടില്ലെങ്കിൽ കണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരാ ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഞാൻ പാടുള്ളൂ. എല്ലാത്തിനും കുത്തും ഞാൻ, നേരത്തെ കുത്തും ഞാൻ. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കിതിന്റെ പോരാം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. ഇട്ട് തരുമ്പോ അവള് നോക്കും ആരാ ചിരിക്കാഞ്ഞെന്ന്. അന്നാ ഞെട്ടിപ്പിക്കുന്ന സത്യം അവള് മനസ്സിലാക്കും. പിടിക്കും. ഈ പീതാംബരനെ തൊരപ്പനെ പിടിച്ചവന്റെ കൂമ്പിലിട്ട് ഇടിക്കും. അന്ന് പിഷാരടിയുടെ വീട്ടിലേക്കുള്ള വഴിയും ഇവന്റെ ഫോൺ നമ്പരും വണ്ടിയും ഞാൻ അറേഞ്ച് ചെയ്യും. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. അവരാ ചിരി ഫ്രണ്ടിൽ വന്നിരുന്ന് ചിരിച്ചായിരുന്നു എന്റെ ഐറ്റം അടിച്ച് കയറി പോയേനെ. അത്രയൊന്നുമില്ല. ഉയരങ്ങളിൽ എത്തുമോന്ന് ഭയന്നിട്ട് കൊറേ കാലമായിട്ട് എല്ലാരും കൂടി താഴെക്കല്ലേ കാതറിനെ. അതുകൊണ്ട് ഒരാൾ ഞാൻ വരുമ്പോ നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. നീ പുറത്തേക്ക് വാ കേട്ടോ. വിഷു നീ പുറത്തോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. ഞങ്ങൾ ആരും കൂടെ ഇല്ലാതെ ഇറങ്ങരുത്. സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ. എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാറേ. അപ്പൊ എനിക്ക് രക്ഷയില്ല. അടി കൊണ്ടിട്ടേ വീട്ടിൽ പോകും. ശരി. അവന്റെ അന്ത്യം ഉണ്ടല്ലോ. ഇവിടെ നോക്ക് മരണായിരിക്കും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.